ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടൊരു ബേബി ഷൂ ഉണ്ടാക്കിയാലോ. ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഷേപ്പിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 പീസ് കട്ട് ചെയ്തെടുക്കണം. ഷൂവിൻ്റെ സോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് എടുത്തത് ഇത് കോട്ടൻ്റെ ലൈനിങ് ആണ്. ടോട്ടൽ 8 പീസാണ് നമുക്ക് ക്യാൻവാസിന് വേണ്ടത്. ഇനി വേണ്ടത് ഷൂവിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 2 പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണം. നമുക്കിനി ഈ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. രണ്ട് പീസും ഇതുപോലെ അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ അയൺ ചെയ്ത് വെച്ച ആ പീസ് ക്യാൻവാസിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ബാക്കി വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളയുക. ഷൂവിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസും ഇതുപോലെ തന്നെ ചെയ്യുക. അതായത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അയൺ ചെയ്ത ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ തുണി വെച്ചിട്ട് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേ ഷേപ്പിൽ തന്നെ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ക്യാൻവാസിൻ്റെ അടുത്ത പീസ് ഇതുപോലെ ഈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ച പീസാണിത്. അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കണം. രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷൂവിൻ്റെ ഡിസൈനായിട്ട് ബ്രൊക്കേഡ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഷൂവിൻ്റെ മോൾ ഭാഗത്ത് ബ്രൊക്കേഡ് പീസാണ് വരിക. അപ്പോൾ അതും ഇതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ 2 പീസ് തുണിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ എലാസ്റ്റിക് ഇടാൻ പാകത്തിന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടായി മടക്കിയ പീസാണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ 2 പീസിലും മുകൾ വശത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ചെറിയ എലാസ്റ്റിക് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഇനി 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക് ഇട്ട പീസ് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ബ്രൊക്കേഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത ഭാഗം ഇതുപോലെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നടുവിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പീസ് ലൈനിങ് വെച്ചിട്ട് ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ലൈനിങ് ഇതുപോലെ അടിവശത്തേക്ക് തിരിച്ചിടുക. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ആ ലൈനിങ്ങും ഈ ബ്രൊക്കേഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ കിട്ടുന്നത്. ഇനി നമുക്കിത് ഷൂവിൻ്റെ സോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ സെൻറ്റർ ഷൂവിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു പിന്നൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഇത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ നമ്മൾ പിന്ന് കുത്തി അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ നമ്മൾ എലാസ്റ്റിക് കൊടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യണം. ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് വീതി ഉള്ള പീസായതുകൊണ്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടാലേ കറക്റ്റ് അളവിൽ ഷൂവിൻ്റെ ബാക്ക് സൈഡ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഷൂവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൈഡ് ഫുള്ളൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേബി ഷൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഡ്രസ്സിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്